Hi dears, welcome back to my channel. എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായി സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് CEയുടെ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. കേരളത്തിലെ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഒഴിവുള്ള എഞ്ചിനീയറിംഗ് സീറ്റുകളിൽ പ്രവേശനം നടത്തുന്നതിനായി ഒരു സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് പരീക്ഷാ കമ്മീഷണറെ ചുമതലപ്പെടുത്തിക്കൊണ്ട് 24-ാം തീയതിയിലെ GO നമ്പർ 1474 ഈ നമ്പർ പ്രകാരം സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അപ്പോൾ അതായത് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റ് തയ്യാറാക്കാൻ പോവുകയാണ് എഞ്ചിനീയറിംഗ് അഡ്മിഷന് വേണ്ടി. 2020 കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ ശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ നിശ്ചിത സമയത്തിനകം സമർപ്പിക്കാത്തതിനാൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ച എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാതിരുന്നവർക്ക് പുതുതായി തയ്യാറാക്കുന്ന സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനായി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി എന്തെങ്കിലും കാരണവശാൽ ആദ്യം മാർക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ സമയത്ത് സപ്ലിമെൻ്ററിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം കേട്ടോ. 2020 കേരള എഞ്ചിനീയർ പ്രവേശന പരീക്ഷയിൽ ലഭിച്ച സ്കോറിനും യോഗ്യതാ പരീക്ഷയിൽ അതായത് +2 2ാം വർഷത്തിൽ ലഭിച്ച മാർക്കിനും തുല്യ പരിഗണന നൽകിയാണ് ഈ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ അവർക്ക് യോഗ്യതാ പരീക്ഷയുടെ 2ാം വർഷത്തിൽ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കാണ് CEയുടെ വെബ്സൈറ്റിലൂടെ സമർപ്പിക്കേണ്ടത്. കെമിസ്ട്രി പഠിച്ചിട്ടില്ലാത്തവർക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെയും കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും പഠിച്ചിട്ടില്ലാത്തവർക്ക് ബയോടെക്നോളജിയുടെയും കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ്, ബയോടെക്നോളജി ഇത് മൂന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ബയോളജിയുടെയും മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്രകാരം സമർപ്പിച്ച മാർക്ക് കീം 2020 പ്രോസ്പെക്ടസ് ക്ലോസ് 9.74B പ്രകാരം സ്റ്റാൻഡർഡൈസേഷൻ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. നോർമലൈസേഷൻ പ്രൊസീജിയർ ഉണ്ടല്ലോ. സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് സമർപ്പിക്കുന്നതിന് 24 മുതൽ 27 ഉച്ചയ്ക്ക് 1 മണി വരെ വെബ്സൈറ്റിൽ സൗകര്യം ലഭ്യമാകുന്നതാണ്. ഓൾറെഡി അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. 27-ാം തീയതി ഉച്ചയ്ക്ക് 1 മണി വരെ സൗകര്യമുണ്ട്. നിശ്ചിത സമയത്തിനകം ലഭ്യമാകുന്ന മാർക്ക് വിവരങ്ങൾ പരിഗണിച്ച് സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. ഇനി മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള കീം 2020 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെയാണ് അപേക്ഷാർത്ഥികൾ അപേക്ഷ നമ്പർ, പാസ്വേഡ് എന്നിവ നൽകി ലോഗിൻ പേജിൽ പ്രവേശിച്ച ശേഷം മാർക്ക് സബ്മിഷൻ ഫോർ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റ് എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്തിട്ടാണ് യോഗ്യതാ പരീക്ഷയിൽ നിശ്ചിത വിഷയത്തിൽ ലഭിച്ച മാർക്ക് സമർപ്പിക്കേണ്ടത്. ഇനി യോഗ്യതാ പരീക്ഷ പാസ്സായ ബോർഡ്, വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അതത് ബോർഡുകൾ ഈ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടുണ്ടെങ്കിൽ ആയത് വെബ് പേജിൽ കാണാൻ പറ്റും. ഓൾറെഡി കൊടുത്തിട്ടുള്ളവർക്ക് അത് കാണാൻ പറ്റുന്നു. ഇപ്രകാരം വെബ് പേജിൽ തന്നെ മാർക്ക് വരെ ലഭ്യമാകുന്ന വിദ്യാർത്ഥികൾ വീണ്ടും രേഖപ്പെടുത്തണമെന്നില്ല. എന്നാൽ വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുമായി താരതമ്യം ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം തിരുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ ഫൈനലൈസ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാർക്ക് സമർപ്പിക്കേണ്ടതാണ്. ഇനി വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്കുകൾ മാർക്ക് ലിസ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമാണെങ്കിൽ ചേഞ്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ശരിക്കുള്ള മാർക്ക് സമർപ്പിച്ച ശേഷം ഫൈനലൈസ് മാർക്ക് ഡാറ്റ ബട്ടണും ക്ലിക്ക് ചെയ്യേണ്ടതാണ്. ഈ മാർക്കിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബോർഡുകൾ ഈ ഓഫീസിൽ ലഭ്യമാക്കിയിട്ടില്ലാത്ത പക്ഷം വിദ്യാർത്ഥികൾ അവരവരുടെ ബോർഡ്, പാസ്സായ വർഷം, രജിസ്റ്റർ നമ്പർ എന്നിവ രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യമാകുന്ന പേജിൽ ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്കുകൾ വെബ്സൈറ്റിൽ നിഷ്കർഷിക്കുന്ന പോലെ രേഖപ്പെടുത്തി ഫൈനലൈസ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെന്താ, വിദ്യാർത്ഥികൾ ഓൺലൈനായി സമർപ്പിക്കുന്ന മാർക്ക് വിവരങ്ങൾ അതേപടി സപ്ലിമെൻ്ററി റാങ്ക് തയ്യാറാക്കുന്നതായി പരിഗണിക്കും. ഈ മാർക്ക് വിവരങ്ങൾ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതും എന്തെങ്കിലും വ്യത്യാസമുള്ള പക്ഷം പ്രവേശനം നിരസിക്കുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ +2 തത്തുല്യ 2ാം വർഷത്തിൽ നിശ്ചിത വിഷയങ്ങൾ ലഭിച്ച മാർക്ക്, ഓരോ വിഷയത്തിലെയും പരമാവധി മാർക്ക് എന്നിവ ലിസ്റ്റിലുള്ളതുപോലെ തന്നെ തെറ്റുകൾ കൂടാതെ സമർപ്പിക്കണം. വിദ്യാർത്ഥികൾ തെറ്റായി സമർപ്പിക്കുന്ന മാർക്ക് വിവരങ്ങൾക്ക് പ്രവേശന കമ്മീഷണർക്ക് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. മേൽപ്പറഞ്ഞ പ്രകാരം വെബ്സൈറ്റ് വഴി യഥാസമയം യോഗ്യതാ പരീക്ഷയുടെ മാർക്കുകൾ രേഖപ്പെടുത്താത്ത വിദ്യാർത്ഥികളെ സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതല്ല. സർക്കാർ നിയന്ത്രിത സ്വാശ്രയ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഒഴിവുള്ള
സീറ്റുകളിൽ സംസ്ഥാന പ്രവേശന പരീക്ഷാ കമ്മീഷണർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ച ശേഷം ഒഴിവുകൾ പിന്നെയും നിലനിൽക്കുന്ന പക്ഷം സപ്ലിമെൻ്ററി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളെ പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ എന്തിനാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഒരു പ്രൊസീജിയേഴ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ കീമിൻ്റെ. അത് കഴിഞ്ഞിട്ടും പിന്നെ അവരുടെയൊക്കെ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് സീറ്റ് ഒഴിവുണ്ടെങ്കിലാണ് ഈ സപ്ലിമെൻ്ററി റാങ്ക് ലിസ്റ്റിലുള്ളവരെ പരിഗണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മാർക്ക് എൻട്രി ചെയ്യാത്തവരൊക്കെ എൻട്രി ചെയ്യാം. അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ്. അപ്പോൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ അടുത്ത അപ്ഡേറ്റുമായി അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അതുവരേക്കും ബൈ.